ഡൽഹി അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. CJP പാർലമെന്റ് മാർച്ചിനിടെ യുദ്ധക്കളമായിരിക്കുകയാണ് രാജ്യ തലസ്ഥാനം. CJP പ്രതിഷേധക്കാരെ ജന്തർ മന്ദറിൽ നിന്ന് പോലീസ് അടിച്ചോടിച്ചു. ജന്തർ മന്ദറിലെ സുരക്ഷാ വലയം ഭേദിച്ച പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജും കണ്ണീർവാതക പ്രയോഗവും നടന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. CJPയുടെ സമരപ്പന്തൽ കേന്ദ്രസേന പൊളിച്ചുമാറ്റി. പാർലമെന്റിന് സമീപത്തെ പ്രതിഷേധക്കാരെ പൂർണ്ണമായും ഒഴിപ്പിച്ചു. അഭിജിത് ദീപ്കെ അടക്കമുള്ള നേതാക്കൾ കേരള ഹൗസിന് മുന്നിൽ പ്രതിഷേധിച്ച അവസ്ഥയുണ്ടായി. അതേസമയം CJP നേതാക്കളുമായി കേന്ദ്രമന്ത്രി JP നദ്ദ ഒരു ഭാഗത്ത് ചർച്ച നടത്തി. 2 മണിക്കൂർ കാത്തിരുന്ന ശേഷം 10 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വക്താക്കൾ പറഞ്ഞത്. 3 ആവശ്യങ്ങൾ അടങ്ങിയ കത്ത് നദ്ദയ്ക്ക് കൈമാറി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, സോനം വാങ്ചുകിനെ മോചിപ്പിക്കുക, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ അടങ്ങിയ കത്താണ് കൈമാറിയത്. വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. രാജ്യത്തെ യുവാക്കളെ കേന്ദ്രം തല്ലിച്ചതയ്ക്കുകയാണ് എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയിൽ ഇന്ന് വിമർശിച്ചത്. കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി. പിന്നാലെ ലോക്സഭ 3 മണിവരെ നിർത്തിവെച്ചിരുന്നു. വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ MP-മാർ സമര കേന്ദ്രത്തിലെത്തിയിരുന്നു. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് സമരത്തിനെത്തിയ സമാജ്വാദി പാർട്ടി MP ധർമ്മേന്ദ്ര യാദവ് പ്രതികരിച്ചു. ഇതിനിടെ വിഷയത്തിൽ പാർലമെന്റിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. മുതിർന്ന മന്ത്രിമാരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും യോഗത്തിൽ പങ്കെടുത്തു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കുന്നു എന്നാണ് വിവരം. പിന്നാലെ ധർമ്മേന്ദ്ര പ്രധാനുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി എന്ന വിവരവും പുറത്തേക്ക് വരുന്നു. അതേസമയം തനിക്ക് ആരോഗ്യ പ്രശ്നമില്ല എന്നും ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കണമെന്നും കാട്ടി ആശുപത്രി അധികൃതർക്ക് സോനം വാങ്ചുക് കത്ത് നൽകിയിരിക്കുകയാണ്. 3 കാര്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കൂ എന്ന് സോനം വാങ്ചുക്കും വ്യക്തമാക്കുകയാണ്. നിരാഹാര സമരം 20 ദിവസം കടന്നിരിക്കെയാണ് സോനം വാങ്ചുക് 3 പ്രധാന നിബന്ധനകൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇന്ന് അക്ഷരാർത്ഥത്തിൽ BJPയെ വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രതിഷേധ മാർച്ചാണ് രാജ്യ തലസ്ഥാനത്ത് കണ്ടത്. ഒപ്പം തന്നെ അവിടെ യുദ്ധക്കളമാകുന്ന സാഹചര്യമുണ്ടായി. പ്രതിഷേധിച്ചവരെ പോലീസ് തല്ലി ഓടിക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ നീക്കങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്.